നമ്മൾ കേൾക്കാൻ പോകുന്നത് ബ്ലഡ് എന്ന കൊറിയൻ ഡ്രാമയുടെ 18ാമത്തെ എപ്പിസോഡാണ്. വീഡിയോയിലോട്ട് പോണതിന് മുമ്പ് ലൈക്ക് ചെയ്യാത്തൊരു ലൈക്ക് ചെയ്തോളൂ. എന്നാൽ പിന്നെ നമുക്ക് വീഡിയോയിലോട്ട് പോയാലോ. എപ്പിസോഡിന്റെ ആരംഭത്തിൽ ആ പാവപ്പെട്ട വലിയ ഡോക്ടറില്ലേ, അവനാണെങ്കിൽ മറ്റവൻ മരുന്ന് കുത്തിവെക്കുന്നത് കണ്ടിട്ട് ഓടി ഒരു സ്ഥലത്ത് മാറി നിൽക്കും. ആരാണ് മരുന്ന് കുത്തിവെച്ചത്? ആ പുതിയ ഡോക്ടറില്ലേ, അവൻ തന്നെ. അവൻ പേടിച്ച് അവിടെ നിൽക്കുമ്പോൾ പെട്ടെന്ന് തന്നെ അവന്റെ കഴുത്തിൽ ആരോ വന്ന് പിടിക്കും. അത് മറ്റാരുമല്ല, ആ പുതിയ ഡോക്ടറാണ്. അവൻ വേറെ എവിടെ നിന്നോ വന്നതാണ്. അവനെ പിടിച്ച് അവിടെ വെച്ച് തന്നെ കൊന്നുകളയും. കാരണം അവനൊരു വാമ്പയർ ആണെന്ന് വലിയ ഡോക്ടർ കണ്ടുപിടിച്ചില്ലേ, അതുകൊണ്ടാണ്. ഈ വിവരം വില്ലനും അറിയുന്നുണ്ട്. വില്ലൻ ഇതെല്ലാം ഒതുക്കി തീർക്കാനായിട്ട് ആരടുത്തൊക്കെയോ പറയുന്നുണ്ട്. പിന്നീട് ആ കുഞ്ഞു ഡോക്ടർ, അതായത് പൊക്കം കുറഞ്ഞ ഡോക്ടർ, ഇവനെ വിളിക്കാനായിട്ട്, വലിയ ഡോക്ടറിനെ വിളിക്കാനായിട്ട് റൂമിൽ വന്ന് നോക്കുമ്പോൾ എന്താ കാണുന്നത്? ഈ വലിയ ഡോക്ടർ അവിടെ തൂങ്ങി നിൽക്കുന്ന നിലയിലാണ് കാണുന്നത്. ഇത് കണ്ട് അവൻ ആകെ പേടിച്ചു പോകുന്നുണ്ട്. ഈ നേരം ഹീറോയും ഹീറോയിനും കൂടെ അവരുടെ റൂമിൽ വന്നിട്ടുണ്ട്. ഹീറോ തറയിലുള്ള മുടിയൊക്കെ റോൾ ചെയ്തെടുക്കുകയാണ്. ഹീറോയിന് നല്ല മുടി ചോദിച്ചിട്ടുണ്ട്. ഇതെന്താ ഇങ്ങനെയെന്ന് ചോദിക്കുമ്പോൾ അവള് പറയും, പെൺകുട്ടികൾക്കാവുമ്പോൾ മുടി പൊഴിയും, അത് നിനക്ക് അറിയത്തില്ലേ, നീ നേരത്തെ ആരെയും ഡേറ്റ് ചെയ്തിട്ടില്ലേ? എന്നാൽ ഹീറോ പറയും, ഞാൻ ആരെയും ഡേറ്റ് ചെയ്തിട്ടില്ല എന്ന്. നീ മുടി കുറഞ്ഞ ആരെങ്കിലും ഡേറ്റ് ചെയ്തിട്ടുണ്ടോ? ഇല്ല, ഞാൻ ഡേറ്റ് ചെയ്തിട്ടില്ല. പകുതി മുടിയുള്ള ആരെങ്കിലും ഡേറ്റ് ചെയ്തിട്ടുണ്ടോ? ഇല്ല, ഞാൻ ഡേറ്റ് ചെയ്തിട്ടില്ല. ഹീറോ പറയും, ഞാൻ ഡേറ്റ് ചെയ്യാത്തതിന്റെ കാരണം മറ്റൊന്നുമല്ല, വാമ്പേഴ്സ് ആരെങ്കിലും ഇഷ്ടപ്പെടുവാണെങ്കിൽ ശരീരത്തിൽ കുറച്ച് ഹോർമോൺസ് ഉൽപ്പാദിപ്പിക്കപ്പെടും. സെറട്ടോണിൻ, ഓക്സിറ്റോക്സിൻ, ഡോപ്പമിൻ, അങ്ങനത്തെ കുറച്ച് ഹോർമോൺസ്. അത് വാമ്പേഴ്സിന് ഒരിക്കലും നല്ലതല്ല. അതുകൊണ്ടാണ് ഞാൻ പ്രണയിക്കാതിരുന്നതെന്ന്. ഇത് കേൾക്കുന്ന ഹീറോയിന് വിഷമമായിട്ട് അവള് പറയും, അപ്പം നിനക്ക് ഞാനുമായിട്ട് ടൈം സ്പെൻഡ് ചെയ്യുമ്പോൾ ഈ ഹോർമോൺ ഒന്നും ഉൽപ്പാദിക്കപ്പെടത്തില്ലായിരിക്കും അല്ലേ? അതിനർത്ഥം നീ എന്നെ ഒരു ഫ്രണ്ടായിട്ടാണ് കാണുന്നത് അല്ലേന്ന് ചോദിച്ച് അവള് വിഷമിക്കുമ്പോൾ ഹീറോ പതിയെ അവളുടെ അടുത്തോട്ട് എണീറ്റ് ചെല്ലും. അവളുടെ അടുത്ത് പറയും, ആരാ പറഞ്ഞത് അങ്ങനെയാണെന്ന്? നിന്നെ ഞാൻ ഒരിക്കലും അങ്ങനെയല്ല കാണുന്നത്. നിന്റെ കൂടെ സമയം പങ്കിടുന്ന സമയത്ത് എന്റെ തലച്ചോറ് മാത്രമല്ല സ്റ്റിമുലേറ്റ് ആവുന്നത്, പകരം എന്റെ ഹൃദയം സ്റ്റിമുലേറ്റ് ആവുമെന്ന് പറഞ്ഞിട്ട് അവളെ കെട്ടിപ്പിടിക്കും. അവളും തിരിച്ച് കെട്ടിപ്പിടിക്കും. അവൾക്ക് ഒരുപാട് നാണാവുന്നുണ്ട്. കാരണം ഹീറോ വന്ന് അവളെ കെട്ടിപ്പിടിച്ചില്ലേ, അവൾക്കും ഇഷ്ടമാണ്, അവനും ഇഷ്ടമാണ്. രണ്ടുപേരും പ്രണയിക്കുന്ന ഒരു വക്കീൽ എത്തിയിട്ടുണ്ട്. എന്നാൽ അതൊരു ഡേറ്റിംഗും അല്ല. ഇങ്ങനെ കെട്ടിപ്പിടിച്ച് നിൽക്കുന്ന സമയം ഹീറോന്റെ ഫോണിലോട്ട് ഒരു കോള് വരുന്നുണ്ട്. എന്തോ ഒരു അർജന്റ് ആയിട്ടുള്ള കാര്യമാണ്, അറിയാൻ പാടില്ല. ചിലപ്പോൾ ആ പയ്യൻ മരിച്ച കാര്യം പറയാനായിട്ട് ഹീറോനെ വിളിച്ചതായിരിക്കാം. കട്ട് ചെയ്താൽ പുതിയ ഡോക്ടർ പണിയെല്ലാം കഴിഞ്ഞിട്ട് അവനെ കൊന്നു കഴിഞ്ഞിട്ട് വില്ലനെ കാണാനായിട്ട് വന്നിട്ടുണ്ട്. വില്ലൻ ആ പയ്യനെ കൊന്ന കാര്യം അറിഞ്ഞല്ലോ. വില്ലന് നല്ല ദേഷ്യം വരുന്നുണ്ട്. അവനെ കണ്ടുടനെ ആക്രമിക്കാനായിട്ട് തുടങ്ങും. അവനെ കൊല്ലാനായിട്ട് പോവെങ്കിലും അവനെ കൊണ്ട് കഴിയുന്നില്ല. കാരണം ഇവരൊക്കെ കുറെ വർഷത്തെ ബന്ധത്തിലുള്ള ആൾക്കാരാണ്. അതുകൊണ്ട് തന്നെ കഴിയുന്നില്ല. അവനെ വലിച്ച് ദൂരോട്ട് എറിയും. ഈ സമയം കൊണ്ട് ഹീറോയിനും വിവരം അറിഞ്ഞിട്ട് ഹോസ്പിറ്റലിൽ എത്തിക്കഴിഞ്ഞു. അവിടെ ചെന്ന് നോക്കുമ്പോൾ ആ പയ്യന്റെ ബോഡി കൊണ്ടുപോവാണ്. കുഞ്ഞു ഡോക്ടറും അതുപോലെ തന്നെ ജൂനിയർ പെൺകുട്ടിയും അവിടെ നിന്ന് കരയുന്നുണ്ട്. ഹീറോയിൻ ചെന്ന് ആ പയ്യനെ സമാധാനപ്പെടുത്തും. അവർ രണ്ടുപേരും ഭയങ്കര ഫ്രണ്ട്സ് ആയിരുന്നു. ഒരു ഫ്രണ്ട്സ് നഷ്ടപ്പെട്ടു. അവൻ ആ ട്രോമ ജീവിതകാലം മുഴുവനും കാണും. അതുമല്ല, ആ പയ്യൻ മരിക്കേണ്ട ഒരു കാര്യമില്ല. അവൻ ആത്മഹത്യ ചെയ്തെന്നാണ് അറിയപ്പെട്ടേക്കുന്നത്. അവൻ ആത്മഹത്യ ചെയ്യാനുള്ള യാതൊരു കാരണവുമില്ല. നേരത്തെ ചിരിച്ച് കളിച്ച് നടന്നൊരു പയ്യനായിരുന്നു. എന്താണെന്ന് അറിയത്തില്ല. ആ സമയം പോലീസുകാരോട് അങ്ങോട്ട് വന്നിട്ട് പറഞ്ഞു കൊടുക്കും, അത് ആത്മഹത്യയാണ്, അവർ കൺഫേം ചെയ്യാൻ പോവാണെന്ന്. ഹീറോ പതിയെ ആ റൂമിന്റെ അടുത്തോട്ട് ചെല്ലും. അവന്റെ ബോഡി കിട്ടിയ റൂമിന്റെ അടുത്തോട്ട്. അവിടെ ചെല്ലുമ്പോൾ ഹീറോയ്ക്ക് ഒരു കാര്യം സെൻസ് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഏതോ ഒരു വാമ്പയർ ആ റൂമിൽ കയറിയത് പോലെ. ഹീറോ അല്ലാതെ വേറെ ഏതോ ഒരു വാമ്പയർ. അത് അവന് സെൻസ് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഹീറോ ആകെ സ്തംഭിച്ച് നിൽക്കുന്നത് കാണുമ്പോൾ ഹീറോയിൻ അവനെ വിളിച്ച് മാറി നിന്ന് സംസാരിക്കും. എന്താ പ്രശ്നമെന്ന് അവൻ പറഞ്ഞു കൊടുക്കും. അവനൊരിക്കലും ആത്മഹത്യ ചെയ്തതല്ല, ആരോ മനഃപൂർവ്വം ഏതോ ഒരു വാമ്പയർ അവനെ കൊന്നു കളഞ്ഞതാണ്. പക്ഷേ ആ വാമ്പയർ ആരാന്ന് ഹീറോയ്ക്ക് അറിയത്തില്ല. ഏതൊരു വാമ്പയർ കൊന്നു കളഞ്ഞെന്ന് മാത്രമേ ഹീറോയ്ക്ക് അറിയത്തുള്ളൂ. കട്ട് ചെയ്താൽ പുതിയ ഡോക്ടർ ബാത്റൂമിൽ വന്നിട്ടുണ്ട്. അവന്റെ മുഖത്തുള്ള മുറിവൊക്കെ തുടച്ച് കളയാണ്. അതൊക്കെ ഉണങ്ങിയിട്ടുണ്ട്. വില്ലൻ പൊതിരെ തല്ലിയിട്ടുണ്ടായിരുന്നല്ലോ, ആ മുറിവൊക്കെ തുടച്ച് കളയാണ്. രക്തം മാത്രമേ ഉള്ളൂ, മുറിവൊക്കെ ഉണങ്ങിപ്പോയിട്ടുണ്ട്. പിന്നീട് ഹീറോയിനും കൂടെ കൂട്ടുകാരനെ കാണാനായിട്ട് തിരിച്ച് വീട്ടിൽ വന്നിട്ടുണ്ട്. കൂട്ടുകാരനോട് പറയും, ഇതാണെങ്കിൽ വാമ്പയർ ആണ് ആക്രമിച്ചത്. ആരൊക്കെയാണ് വാമ്പയർ, ആരൊക്കെയാണ് മനുഷ്യർ എന്ന് തിരിച്ചറിയാൻ കഴിയുന്നില്ല എന്ന്. എന്നാൽ ഇങ്ങനെ തിരിച്ചറിയണമെങ്കിൽ എന്തെങ്കിലും ഒരു സംഭവം കണ്ടുപിടിക്കണമല്ലോ. ഇതിന്റെ ഇടയിൽ ഹീറോയിൻ ഒരു ഐഡിയ പറഞ്ഞു കൊടുക്കും. ഇനിയിപ്പോ വാമ്പേഴ്സിന് അലർജിയുള്ള എന്തെങ്കിലും ഒരു സബ്സ്റ്റൻസ് വെച്ചാൽ അവരെ കണ്ടുപിടിക്കാൻ പറ്റുമല്ലോ. അതായത് വാമ്പയർ ശ്വസിക്കുമ്പോൾ അവർക്ക് എന്തെങ്കിലും ഒരു ശ്വാസ തടസ്സമോ അല്ലെങ്കിൽ വല്ലായ്മയോ വരുത്തുന്ന ഒരു സബ്സ്റ്റൻസ്, എന്തെങ്കിലും ഒരു സാധനം. ഇത് ഹീറോയിൻ പറയുമ്പോൾ കൂട്ടുകാരൻ അത് നല്ലൊരു ഐഡിയ ആണെന്ന് തോന്നും. എന്തെങ്കിലും ഒരു സംഭവം കണ്ടുപിടിച്ചാൽ പോരെ വാമ്പേഴ്സിന് അലർജി ഉള്ളത്. അവനും അത് കണ്ടുപിടിക്കാനായിട്ട് തുനിയുന്നുണ്ട്. പിറ്റേ ദിവസം ഹോസ്പിറ്റലിലെ അങ്കിള്, അതുപോലെ വില്ലൻ, പിന്നെ മാനേജറും ഒത്തുകൂടിയിട്ടുണ്ട്. കാരണം ഒരാൾ ഹോസ്പിറ്റലിൽ വെച്ചാണ് മരിച്ചിരിക്കുന്നത്. എന്നാൽ ഇത് അവർ പണം കൊടുത്ത് ഒതുക്കി തീർത്തിട്ടുണ്ട്. ആരും മരിച്ചതായിട്ട് മീഡിയക്കാർ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. അവർക്ക് പണം കൊടുത്ത് ഒതുക്കി തീർത്തു. അങ്കിളിന് സമാധാനമായി. അതുകൊണ്ട് തന്നെ ഹോസ്പിറ്റലിന് ചീത്തപ്പേര് വരത്തില്ലല്ലോ. മാനേജറിന് അവിടെ നിന്ന് അങ്കിള് പറഞ്ഞു വിടും. മാനേജർ അവിടെ നിന്ന് പോകുമ്പോൾ അങ്കിള് വില്ലനോട് ഒരു കാര്യം പറയാനുണ്ടെന്ന് പറയും. എന്നാൽ വില്ലൻ ഇപ്പൊ സമയമില്ല, സർജറി ഉണ്ട്, അതുകൊണ്ട് പിന്നെ പറയാന്ന് പറയും. അങ്കിള് വെയിറ്റ് ചെയ്യാന്നും പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ മാനേജർ അവിടെ നിന്ന് പോവാണ്. ഇത് കേൾക്കാതെ മാനേജറിനെ ഇവർ ഒഴിവാക്കുന്നുണ്ട് എന്തൊക്കെയോ കാര്യങ്ങളിൽ നിന്ന്, അറിയാൻ പാടില്ല. ഈ നേരം ഹീറോയിൻ ഹോസ്പിറ്റലിൽ വന്നിട്ട് ആ ഹങ്കാരി പെൺകുട്ടിയില്ലേ, അവളെ ചികിത്സിക്കുകയാണ്. അവൾക്ക് കുറവുണ്ട്. 2-3 ദിവസത്തിനകം സർജറി ചെയ്യാം, അല്ലെങ്കിൽ ഒരാഴ്ച കൂടി പോയാൽ അതിനുള്ളിൽ സർജറി ചെയ്യാം. ജൂനിയർ പെൺകുട്ടിക്കും ഹീറോയിനും ഒരുപാട് സന്തോഷമാവുന്നുണ്ട്. ഹീറോയിൻ പഴയതുപോലെ അവളെ ആക്കിക്കൊണ്ടോ അല്ലെങ്കിൽ കളിയാക്കിക്കൊണ്ടോ ഒന്നുമല്ല സംസാരിക്കുന്നത്. ഇപ്പൊ കുറച്ച് പാവമായിട്ടുണ്ട് ആ പെൺകുട്ടി. അതുകൊണ്ട് തന്നെ ആ രീതിയിലാണ് സംസാരിക്കുന്നത്. പിന്നീട് ജൂനിയർ പെൺകുട്ടി ഹീറോയിനെ വിളിച്ച് മാറി നിന്ന്
സംസാരിക്കും. ജൂനിയർ പെൺകുട്ടി ആ പെൺകുട്ടീനെ ഒരു അനിയത്തിയെ പോലെയാണ് കാണുന്നത്, ഒരുപാട് ഇഷ്ടമാണ്. അതുകൊണ്ട് തന്നെ ഹീറോയിനോട് ആ പെൺകുട്ടീനെ നല്ല രീതിയിൽ നോക്കാൻ പറയുന്നുണ്ട്. ജൂനിയർ പെൺകുട്ടി ഇല്ലാത്ത സമയത്ത് പിന്നെ ആ പെൺകുട്ടിയോട് നല്ല രീതിയിൽ പെരുമാറുന്നത് കൊണ്ട് ഹീറോയിനോട് നന്ദിയും പറയും. ഇത് കഴിഞ്ഞിട്ട് ജൂനിയർ പെൺകുട്ടി ആ വാർഡിലോട്ട് കയറി വരുമ്പോൾ ഇത്തിരി ബുദ്ധി കുറവുള്ള ആ പെൺകുട്ടിയില്ലേ, ആ പെൺകുട്ടിയാണെങ്കിൽ അവളുടെ പാവ വലിച്ചു കീറി കളയാണ്. അതായത് അവൾ അഗ്രസീവായി തുടങ്ങിയിട്ടുണ്ട്. ഇത് കാണുന്ന ജൂനിയർ പെൺകുട്ടി സ്തംഭിച്ച് അവളെ തന്നെ നോക്കി നിൽക്കുമ്പോൾ എന്താ നീ നോക്കുന്നതെന്ന് ഭയങ്കര ദേഷ്യപ്പെട്ട് ചോദിക്കുന്നുണ്ട്. അതായത് ആ മരുന്ന് അവളുടെ ദേഹത്ത് പ്രവർത്തിച്ചു തുടങ്ങിയിട്ടുണ്ട്. അതിനർത്ഥം അവളും അഗ്രസീവായി മാറുമെന്നാണ്. അറിയാൻ പാടില്ല, നമുക്ക് മുമ്പോട്ട് പോകുമ്പോൾ മനസ്സിലാക്കാം. ഈ നേരം വില്ലൻ സർജറിക്കായിട്ട് പോകുന്നുണ്ട്. കൂടെ തന്നെ ഹീറോയും ഉണ്ട്. ഹീറോ വില്ലനെ കളിയാക്കുകയാണ്, ഒരു റെസ്പെക്ട് ഇല്ലാതെ സംസാരിക്കുകയാണ്. ഹീറോ പറയും, നിങ്ങളൊരു മണ്ടനാണ് സത്യം പറഞ്ഞാൽ. ഇങ്ങനെയാണോ അല്ലെങ്കിൽ എക്സ്പെരിമെന്റ് ചെയ്യുന്നത്? നിങ്ങളൊരു താറാവിന്റെ വയറ് കീറി അതിന്റെ വയറ്റിലുള്ള എല്ലാ സ്വർണ്ണ മുട്ട എടുക്കാനാണ് നോക്കുന്നത്. അങ്ങനെ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ എക്സ്പെരിമെന്റ് ഫെയിൽ ആവത്തേ ഉള്ളെന്ന്. വില്ലൻ ഇതൊന്നും പറയുന്നത് ഇഷ്ടപ്പെടുന്നില്ല. അതുകൊണ്ട് തന്നെ വില്ലൻ പറയും, നിന്റെ മാതാപിതാക്കൾ മരിച്ചത് കൊണ്ടായിരിക്കാം നിനക്ക് റെസ്പെക്ട് കൊടുക്കാൻ അറിയാൻ പാടില്ലാത്തത്. അവരെ നിനക്ക് പഠിപ്പിച്ചു തന്നിട്ടില്ലല്ലോ മൂത്ത ആൾക്കാരോട് എങ്ങനെ പെരുമാറണമെന്ന്. പക്ഷെ ഹീറോ ഇതൊന്നും മൈൻഡ് ചെയ്യുന്നില്ല. വില്ലനെ കളിയാക്കിയിട്ട് അവിടെ നിന്ന് പോവുകയാണ്. വില്ലനെ ഹീറോയ്ക്ക് ഇഷ്ടമല്ല. അതുപോലെ വില്ലൻ ഇത് കേൾക്കുമ്പോൾ ദേഷ്യം വരുന്നുണ്ട്. ഹീറോ വില്ലനോട് മാനിയായിട്ടാണെന്ന് പെരുമാറിക്കൊണ്ടിരുന്നത്. എന്നാൽ ഇപ്പൊ അതൊക്കെ മാറിയിട്ട് ഒരു റെസ്പെക്ട് ഇല്ലാതെയാണ് പെരുമാറുന്നത്. സർജറിയൊക്കെ കഴിഞ്ഞിട്ട് വില്ലൻ നേരെ അങ്കിളിനെ പോയി കാണും. അങ്കിള് വില്ലനോട് മരുന്ന് ചോദിക്കും അങ്കിളിന്റെ ദേഹത്ത് കുത്തിവെക്കാനായിട്ട്. എന്നാൽ വില്ലൻ പറയും മരുന്നായിട്ടില്ല, അത് കുത്തിവെക്കാൻ കഴിയത്തില്ല എന്ന്. ഇത് കേൾക്കുമ്പോൾ അങ്കിളിന് ദേഷ്യം വന്നിട്ട് ഞാൻ നിനക്ക് പൈസ തരുന്നത് മര്യാദയ്ക്ക് മരുന്ന് തരണമെന്ന് പറഞ്ഞ് ദേഷ്യപ്പെടും. എന്നാൽ വില്ലൻ സമാധാനപ്പെടുത്തും, അങ്ങനെയൊന്നും പറയാൻ പാടില്ല, മരുന്ന് റെഡി ആയിട്ടില്ല, എന്തെങ്കിലും പ്രശ്നമാവെന്ന് പറയുമ്പോൾ അങ്കിള് പതിയെ അടങ്ങുന്നുണ്ട്. മരുന്ന് റെഡി ആയിട്ട് മതിയെന്ന് പറയുന്നുണ്ട്. ഈ നേരം ഹീറോയിൻ ഹോസ്പിറ്റലിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുമ്പോൾ അങ്കിളിനെ ചികിത്സിക്കുന്ന ഓപ്പോസിറ്റ് ഹോസ്പിറ്റലില് ആ ഒരു ഡോക്ടർ ഹോസ്പിറ്റലിലോട്ട് വന്നിട്ടുണ്ട്. ഹീറോയിന് ആ ഡോക്ടറിനെ അറിയാം. അതുകൊണ്ട് തന്നെ എന്താ കാര്യമെന്ന് പറഞ്ഞ് അടുത്തോട്ട് ചെല്ലും. ഡോക്ടർ പറയും അങ്കിളിനെ കാണാനായിട്ട് വന്നതാണെന്ന്. ആണോ, അങ്കിളിനെ എന്തിനാ കാണാൻ വന്നതെന്ന് ഹീറോയിൻ ചോദിക്കും. അപ്പൊ നീ ഒന്നും അറിഞ്ഞില്ലേ, അങ്കിളിന്റെ കാര്യമൊന്നും അറിഞ്ഞില്ലേ എന്ന് ഹീറോയിനോട് ചോദിക്കും. എന്ത് കാര്യമാണെന്ന് അറിയാൻ പാടില്ല. ഇനിയിപ്പോ അങ്കിളിന് അസുഖമാണെന്നുള്ള കാര്യം അവളോട് പറയുമെന്നും അറിയാൻ പാടില്ല. അങ്കിളിന് അസുഖമാണെന്നുള്ള കാര്യം പുറം ലോകം അറിയുകയാണെങ്കിൽ ഈ ഹോസ്പിറ്റലിന്റെ ഷെയർ വാല്യൂ അങ്ങ് ഇടിയും. അതങ്ങനെയാണ്, ഒരാൾക്ക് അസുഖം വരുമ്പോൾ അങ്ങനെ ഇടിയാറുണ്ട്. അപ്പൊ അതുകൊണ്ടാണ് അങ്കിൾ ഇത് പുറം ലോകത്തിനോട് പറയാത്തത്. ഷെയർ ഇടിയെന്ന് വിചാരിച്ചിട്ട് ഷെയർ വാല്യൂ ഒരുപാട് കുറയും. അതുകൊണ്ടാണ് ആരും ഇൻവെസ്റ്റ് ചെയ്യത്തില്ല ഹോസ്പിറ്റലിലും പിന്നെ ഇവരുടെ കമ്പനികളിലും. ഇവർക്ക് ഹോസ്പിറ്റലിൽ മാത്രമല്ല ഇൻഷുറൻസ് കമ്പനി, അങ്ങനെ കുറെ കമ്പനികളുണ്ട്. ഈ നേരം പുതിയ ഡോക്ടറിനെ കാണാനായിട്ട് വില്ലൻ വന്നിട്ടുണ്ട്. വില്ലൻ വന്നിട്ട് പുതിയ ഡോക്ടറിനോട് പറയും അങ്കിൾ ചോദിച്ചാൽ ഈ മരുന്ന് കൊടുക്കാൻ പാടില്ല എന്ന്. പുതിയ ഡോക്ടർ സമ്മതിക്കുന്നുണ്ട് ചിരിച്ചുകൊണ്ട്. ഞാൻ അങ്കിളിന് എന്തായാലും നിങ്ങളുടെ അനുവാദം ഇല്ലാതെ മരുന്ന് കൊടുക്കത്തില്ല എന്ന്. കട്ട് ചെയ്താൽ ഹീറോ താടിക്കാരനെ കാണാനായിട്ട് വന്നിട്ടുണ്ട്. താടിക്കാരന് ഹീറോ ഡെവലപ്പ് ചെയ്ത വാക്സിൻ കൊടുക്കും. ഹീറോയും കൂട്ടുകാരനും കൂടെ ഒരു വാക്സിൻ ഡെവലപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതായത് വാമ്പയറിൽ നിന്ന് മനുഷ്യനിലോട്ടാവുന്ന ഒരു വാക്സിൻ. എന്നാൽ അത് കറക്റ്റ് ആയിട്ട് പ്രവർത്തിക്കുന്നില്ല. അത് ഇത്തിരി കൂടെ മോഡിഫൈ ചെയ്യുകയാണെങ്കിൽ പ്രവർത്തിക്കുമായിരിക്കും. അതിന്റെ പ്രശ്നം എന്താന്ന് വെച്ചാൽ അത് വാമ്പയറിന്റെ സെല്ല് മാത്രമല്ല തിന്നുന്നത്, പകരം മനുഷ്യന്റെ ശരീരവും തിന്നും. അങ്ങനെ തിന്നുവാണെങ്കിൽ വാമ്പയറിൽ നിന്ന് മനുഷ്യനാവത്തില്ല, പകരം മരിച്ചുവും. അതാണ് പ്രശ്നം. അതൊന്ന് സോൾവ് ചെയ്തെടുക്കുകയാണെങ്കിൽ അതൊരു വാക്സിനായിട്ട് എടുക്കാൻ പറ്റും. ഇത് വലിയൊരു കണ്ടുപിടുത്തമാണ്. എന്നാൽ കുറച്ചുകൂടെ കഷ്ടപ്പെട്ടാൽ മതി. കൂട്ടുകാരൻ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട് ഇതിന്റെ പിന്നിലെ ഈ വാക്സിൻ കണ്ടുപിടിക്കാനായിട്ട്. എന്നാലും അത് നടന്നിട്ടില്ല. പിന്നെ താടിക്കാരൻ ചോദിക്കുന്നുണ്ട് വില്ലനുമായിട്ടുള്ള പ്രശ്നങ്ങൾ എവിടം വരെ എത്തിയെന്ന്. ഹീറോയും കുഴപ്പമില്ലാതെ പോകുന്നുണ്ടെന്ന് പറയുന്നുണ്ട്. ഇനിയിപ്പോ എന്താ വന്ന് നമുക്ക് മുമ്പോട്ട് പോകുമ്പോൾ കണ്ടറിയാം. കട്ട് ചെയ്താൽ ഹീറോയിൻ മാനേജറിനെ കാണാനായിട്ട് വന്നിട്ടുണ്ട്. അങ്കിളിന് എന്തെങ്കിലും അസുഖമുണ്ടോ, ഇടയ്ക്കിടയ്ക്ക് അങ്കിളിന്റെ കൈ വിറയ്ക്കുന്നുണ്ടല്ലോ എന്ന് ചോദിക്കുമ്പോൾ മാനേജർ കറക്റ്റ് ആയിട്ടുള്ള കാര്യം പറഞ്ഞു കൊടുക്കുന്നില്ല. എന്നാലും മാനേജറിന് അറിയാലോ അങ്കിളിന് എന്തൊക്കെ രോഗങ്ങളുണ്ടെന്ന്, അത് പറഞ്ഞു കൊടുക്കുന്നില്ല. ഹീറോയിൻ ആകെ വിഷമിച്ച് പുറത്തോട്ട് ഇറങ്ങി പോവുകയാണ്. ആ സമയം ഹീറോ വന്ന് അവളോട് ചോദിക്കും എന്താ പ്രശ്നമെന്ന്. എന്നാൽ അവള് പറയുന്നില്ല, എനിക്ക് ഒറ്റയ്ക്ക് ഇരിക്കണമെന്ന് പറഞ്ഞിട്ട് അവള് പോവാണ്. കൂടെ തന്നെ അവള് പറയുന്നുണ്ട് എല്ലാരും എന്നെ എന്തൊക്കെയോ പറഞ്ഞ് പറ്റിക്കുന്നുണ്ടെന്ന്. അതെന്താ അങ്ങനെ പറഞ്ഞെന്ന് അറിയാൻ പാടില്ല. ഹീറോയിൻ അവളുടെ റൂമിൽ പോയിരുന്ന് ചിന്തിക്കും. ഇന്ന് വന്ന ആ ഡോക്ടർ ഹീറോയിനോട് കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരുന്നു. അതായത് അങ്കിളിന് ഇങ്ങനെ ഒരു രോഗമുണ്ട്, അത് പാരമ്പര്യമായിട്ട് കിട്ടുന്നതാണ്, ചിലപ്പോൾ ഹീറോയിനും വന്നേക്കാന്ന് ഒരു 50-55 വയസ്സാവുന്ന സമയത്ത്. അത് വേറെ ഒന്നുമല്ല, അത് വന്നാൽ സ്തംഭിച്ചു പോകും. അങ്കിള് സ്തംഭിക്കുന്ന ഒരു അവസ്ഥ എത്തിയിട്ടുണ്ട്, എന്നാലും സ്തംഭിച്ചിട്ടില്ല. അതുകൊണ്ടാണ് അങ്കിൾ ഇത്ര വെപ്രാളം കാണിക്കുന്നത്. ഇപ്പൊ മാനേജറിന്റെ അടുത്ത് ചോദിച്ചിട്ട് മാനേജർ ഹീറോയിനോട് സത്യം പറഞ്ഞില്ലല്ലോ. മാനേജറെങ്കിലും സത്യം പറയുമെന്ന് വിചാരിച്ചിട്ടാണ് ഹീറോയിൻ മാനേജറിനോട് പോയി ചോദിച്ചത്. എന്നാലും മാനേജർ പറഞ്ഞില്ല. അതുകൊണ്ട് തന്നെ ആ വിഷമത്തിൽ അവൾ ആകെ തകർന്ന് അവിടെ ഇരിക്കുകയാണ്. രാത്രിയാവുന്ന സമയത്ത് ഹീറോ വില്ലനെ വന്ന് കാണുന്നുണ്ട്. വില്ലന്റെ ഒരു CD ഹീറോ കൊടുത്തിട്ടുണ്ടായിരുന്നു. ആ CD മറ്റൊന്നുമല്ല, ഹീറോന്റെ ആ വാക്സിൻ ആണ്. വാമ്പയറിൽ നിന്ന് ഹ്യൂമൻ ആവുന്ന ഒരു വാക്സിൻ. അത് വില്ലന് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഹീറോന്റെ മുമ്പിൽ വെച്ച് തന്നെ ആ CD ഞെരിച്ചങ്ങ് പൊട്ടിച്ചളയും. കാരണം വില്ലന്റെ ആഗ്രഹം അതല്ലല്ലോ, ഹ്യൂമനിൽ നിന്ന് വാമ്പയർ ആവുന്നല്ലേ. അത് സിമ്പിൾ ആണ്, രക്തം ഒറ്റി കൊടുത്താൽ മതി. പക്ഷെ ഇവര് വേറൊരു വാക്സിൻ ആണ് കണ്ടുപിടിക്കുന്നത്, എല്ലാ രോഗങ്ങൾക്കും ഒരു മരുന്ന്. അത് ഭയങ്കര അപകടകരമാണ്. ഇത്ര എക്സ്പെരിമെന്റ് നടത്തുന്നില്ലേ. ഇപ്പൊ ഹീറോന്റെ മുമ്പിൽ വെച്ച് ആ CD പൊട്ടിച്ചളയുമ്പോൾ ഹീറോ തിരിച്ചുകൊണ്ട് വില്ലനെ കളിയാക്കും. നിങ്ങൾക്ക് തോറ്റു പോകുന്നുള്ള പേടിയാണ്. ഇത്രയും നാളെ നിങ്ങൾ എക്സ്പെരിമെന്റ് നടത്തിയിട്ട് അത് വിജയിച്ചില്ലല്ലോ, ഇനിയിപ്പോ ഞങ്ങൾക്ക് വിട്ടുതാ. ഞാനും താടിക്കാരൻ ഡോക്ടറും എല്ലാരും കൂടെ ഇത് നല്ല രീതിയിൽ
നടത്തിക്കോളാം, നിങ്ങൾക്ക് അഭിമാന പ്രശ്നമുണ്ടോ ഞങ്ങളോട് സഹായം ചോദിക്കുന്നത് കൊണ്ട്. ഇതൊക്കെ കേൾക്കുമ്പോൾ വില്ലൻ ഒരുപാട് ദേഷ്യം വരുന്നുണ്ട്. നീ വേണ്ടാത്ത കാര്യമൊന്നും പറയണ്ടെന്ന് ഹീറോനോട് പറയുമ്പോൾ ഹീറോ ചിരിച്ചുകൊണ്ട് വില്ലനെ കളിയാക്കും. അതുമല്ല വില്ലൻ പറയും, ഞാൻ ഈ എക്സ്പെരിമെന്റ് ചെയ്യുന്നത് ഒരിക്കലും വാമ്പയറിനെ മനുഷ്യനാക്കാനല്ല, പിന്നെ നീ എന്തിനാ ഈ CD എനിക്ക് കൊണ്ടു തന്നത്? അതുമല്ല എല്ലാവർക്കും പേടിയാണ് ഈ എക്സ്പെരിമെന്റ് ചെയ്യാനായിട്ട്, ഈ വൈറസ് പുറത്തു വന്ന് വിചാരിച്ചിട്ട്. അതുകൊണ്ടാണ് പ്രൊഫസറും നിന്റെ അമ്മയും അച്ഛനും ഇതിനെ ഒതുക്കി വെക്കാനായിട്ട് നോക്കിയത്. ഇതേക്കുന്ന ഹീറോ ചോദിക്കും, അതുകൊണ്ടായിരിക്കല്ലേ നിങ്ങൾ എന്റെ അച്ഛനെയും അമ്മയും പ്രൊഫസറിനെയും വെറുത്തത്? അവരെ കൊന്നത് നിങ്ങളാണോ എന്ന് ഹീറോ എടുത്തടിച്ചാണക്ക് ദേഷ്യപ്പെട്ട് ചോദിക്കും. വില്ലനും അതുപോലെ തന്നെ ദേഷ്യപ്പെട്ട് പറയും, അതേടാ ഞാൻ തന്നെ നിന്റെ അച്ഛനെയും അമ്മേനെയും കൊന്നത്. നിന്റെ അച്ഛനും അമ്മയ്ക്കും ഞാൻ ചാൻസ് കൊടുത്തായിരുന്നു രക്ഷപ്പെടാനായിട്ട്. ഈ ഒരു എക്സ്പെരിമെന്റ് എനിക്ക് വിട്ടുതരാനായിട്ട് ഞാൻ ചാൻസ് കൊടുത്തു, എന്നാൽ അവർ കേട്ടില്ല, അവരെന്റെ കൂടെ നിന്നില്ല, അതുകൊണ്ട് ഞാനാ കൊന്നതെന്ന് ഹീറോനോട് പറയുന്നുണ്ട്. ഹീറോ ഇത് കേട്ട് ആകെ തകർന്നു പോകുന്നുണ്ട്. ഹീറോയ്ക്ക് നേരത്തെ അറിയായിരുന്നു വില്ലനാണ് അച്ഛനെ അമ്മയും കൊന്നതെന്ന്. ചെറിയൊരു സംശയം ഉണ്ടായിരുന്നു, ഈ സത്യം അവന്റെ വായിൽ നിന്ന് വരുമെന്ന് വിചാരിച്ചിട്ടാണ് ഹീറോ ഇങ്ങോട്ട് വന്നത്. അതുകൊണ്ട് തന്നെ വലിയ രീതിയിൽ തകർന്നു പോകുന്നില്ല, എന്നാലും തകർന്നു പോകുന്നുണ്ട്. വില്ലൻ പറയും, എനിക്ക് നിന്നെ ഓർത്ത് ഒരുപാട് സങ്കടം തോന്നിയായിരുന്നു, ഞാൻ കാരണം നിന്റെ മാതാപിതാക്കൾ മരിച്ചുപോയല്ലോ, അതുകൊണ്ടാണ് നിന്നോട് ഞാൻ ഈ സത്യങ്ങളൊന്നും പറയാതിരുന്നത്. എന്നാൽ ഇപ്പൊ നീ തന്നെ അത് അറിഞ്ഞിട്ടുണ്ട്. ഇത് കേൾക്കുന്ന ഹീറോയ്ക്കാണെങ്കിൽ ആകെ ദേഷ്യം വന്നിട്ട് വില്ലന്റെ കഴുത്തിന് കയറി പിടിക്കും. വില്ലൻ തിരിച്ചു അത് കണക്ക് തന്നെ പിടിക്കുകയാണ്. രണ്ടുപേരും കൂടെ കഴുത്തിന് പിടിച്ച് അടികൂടാനായിട്ട് നിൽക്കും. പക്ഷേ വില്ലൻ എന്തോ ഒരു മനസ്സ് മാറിയിട്ട് ഹീറോന്റെ കഴുത്തിൽ നിന്ന് കൈ വിടുകയാണ്. എന്നിട്ട് ഹീറോനോട് പറയും, നിനക്ക് എന്നെ കൊല്ലാം, നീ എന്നെ കൊന്നതുകൊണ്ട് ഒന്നും അവസാനിക്കാൻ പോകുന്നില്ല എന്ന്. ഹീറോയ്ക്ക് അത് ശരിയാണെന്ന് തോന്നും. വില്ലനെ കൊന്നതുകൊണ്ട് ഒന്നും അവസാനിക്കാൻ പോകുന്നില്ല, ഈ റിസർച്ച് വേറെ ആരെങ്കിലും ഒക്കെ നടത്തും. അതുകൊണ്ട് തന്നെ ഹീറോ അവനെ കൊല്ലുന്നില്ല. വില്ലന്റെ കഴുത്തും ഹീറോന്റെ കഴുത്തും മുറിഞ്ഞിട്ടുണ്ട്, രണ്ടുപേരും നഖം വെച്ച് പിടിച്ചത് കൊണ്ട്. എന്നാൽ അത് ഉണങ്ങി മാറിപ്പോവും. ഹീറോയ്ക്ക് മനസ്സിലായി വില്ലനെ കൊന്നിട്ട് യാതൊരു കാര്യമില്ലെന്ന്. അതുകൊണ്ട് തന്നെ അവന്റെ ദേഷ്യം അടക്കി പിടിക്കുകയാണ്. ഹീറോനോട് ചോദിക്കും പോണേന് മുമ്പ്, നിങ്ങളാണോ പ്രൊഫസറിനെ കൊന്നതെന്ന്. വില്ലൻ ഉറപ്പിച്ച് തന്നെ പറയുന്നുണ്ട്, പ്രൊഫസറിനെ ഞാനാണ് കൊന്നത്, ഞാൻ പ്രൊഫസറിനോട് പറഞ്ഞു എന്റെ കൂടെ നിൽക്കാനായിട്ട്, എന്നിട്ട് പ്രൊഫസർ നിന്നില്ല, ഈ വൈറസിനെ പൂട്ടി വെക്കാനായിട്ടാണ് നോക്കിയത്, അതുകൊണ്ട് ഞാൻ കൊന്നു എന്ന് പറയും. ഹീറോയ്ക്ക് ആകെ ദേഷ്യം വന്നിട്ട് വില്ലനെ കൊല്ലാതെ അവിടെ നിന്ന് ഇറങ്ങിപ്പോവും. ഇനി അവിടെ നിന്നാൽ വില്ലൻ അവൻ വലിച്ചു കീറും, അത് ഉറപ്പായിട്ടുള്ള കാര്യമാണ്, കാരണം അവന്റെ മാതാപിതാക്കളെയാണ് വില്ലൻ കൊന്നേക്കുന്നത്. ഈ സമയം ഹീറോയിൻ ആകെ വിഷമിച്ച് വീട്ടിലിരിക്കുമ്പോൾ അവളുടെ ഫോണിലോട്ട് ഹീറോ വിളിക്കുന്നുണ്ട്. അത് വേറൊന്നുമല്ല, അവനെ വിളിക്കാൻ വരാനായിട്ടാണ് അവളോട് പറയുന്നത്. ഈ സമയം ഹീറോ റോഡിൽ കൂടെ നടന്നു പോകുമ്പോൾ ഒരു മൂന്നവന്മാര് ഹീറോന്റെ ദേഹത്ത് അറിയാതെ വന്ന് തട്ടും. ഹീറോയെ അറിയാതെ തട്ടിയതാണ്, എന്നാൽ ഹീറോ ഇതൊന്നും മൈൻഡ് ചെയ്യാതെ മുമ്പോട്ട് നടന്നു പോകും. എന്നാൽ അതിലൊരുത്തം വിടത്തില്ല. എന്താടാ നീ തട്ടുന്നത്, നിനക്ക് പ്രശ്നം ഉണ്ടാക്കണമെന്ന് പറഞ്ഞിട്ട് ഹീറോന്റെ അടുത്ത് വന്ന് പ്രശ്നം ഉണ്ടാക്കും. ഹീറോയ്ക്ക് നല്ല ദേഷ്യമാവുന്നുണ്ട്, കാരണം അവൻ ആ സത്യമൊക്കെ അറിഞ്ഞിട്ടാണ് വന്നേക്കുന്നത്. ഹീറോ എന്ത് എന്ന് പറയാൻ പറ്റത്തില്ല. ആ സമയം കൊണ്ട് ഹീറോയിൻ അവിടെ എത്തിക്കഴിഞ്ഞു കാർ എടുത്തിട്ട്. അവള് വന്ന് നോക്കുമ്പോൾ എന്താ കാണുന്നത്, ഹീറോ അവന്മാരെ ഉപദ്രവിക്കാൻ പോകുന്നതാണ്. ഹീറോ അവന്മാരെ ഉപദ്രവിക്കുകയാണെങ്കിൽ അവന്മാരുടെ ശരീരം പോലും കിട്ടത്തില്ല, വലിച്ചു കീറിക്കളയും. ഹീറോയിൻ പെട്ടെന്ന് തന്നെ അവരുടെ അടുത്തോട്ട് ഓടി വരും. മറ്റേ 3 ആൾക്കാരോട് ക്ഷമ പറയും, ഹീറോ അറിയാതെ ചെയ്തതാണ്, അവൻ കുടിച്ചത് കൊണ്ടാണ്, അവനൊന്നും ചെയ്യാൻ പാടില്ല എന്ന്. ഹീറോ നീ എന്തിനാ കള്ളം പറയുന്നത്, അവര് പ്രശ്നം ഉണ്ടാക്കാൻ വന്നേന്ന് പറയുമ്പോൾ മറ്റവന്മാര് വീണ്ടും പ്രശ്നത്തിനായിട്ട് വരും. ഹീറോയിൻ സമ്മതിക്കത്തില്ല, അവന്മാരുടെ കയ്യിൽ പിടിച്ചിട്ട് ക്ഷമ പറയും, ഞാൻ അവന് വേണ്ടി ക്ഷമ പറയാന്ന്. എന്നാൽ അതിൽ അവനാണെങ്കിൽ ഹീറോയിന്റെ കൈ തട്ടി മാറ്റും. ഹീറോയിന്റെ കയ്യിലിരിക്കുന്ന ഫോണും തെറിച്ചു പോകുന്നുണ്ട്. ഇത് കാണുന്ന ഹീറോയ്ക്ക് സഹിക്കുന്നില്ല. ഹീറോ അവനെ ഉപദ്രവിക്കാനായിട്ട് ചെല്ലുമ്പോൾ ഹീറോയിൻ വിടില്ല. എടാ വേണ്ട, അത് ശരിയാവത്തില്ല എന്ന് പറയുമ്പോൾ ഹീറോ അവരോട് ക്ഷമ പറയും. കാരണം ഹീറോയ്ക്ക് പ്രശ്നം ഉണ്ടാക്കാനുള്ള മനസ്സ് വരുന്നില്ല, പ്രത്യേകിച്ച് ഹീറോയിന്റെ മുമ്പിൽ വെച്ച്. അതുകൊണ്ട് തന്നെ ഹീറോ ക്ഷമ പറയുമ്പോൾ മറ്റവൻ ക്ഷമിക്കുന്നില്ല. അവൻ ഹീറോന്റെ അടുത്ത് അടി ഉണ്ടാക്കാനായിട്ട് നിൽക്കുകയാണ്. എന്നാൽ അവന്റെ കൂട്ടത്തിലുള്ള ബാക്കിയുള്ള ആൾക്കാർ അവനെ പിടിച്ചോണ്ട് പോകും. ഹീറോയും അവിടെ നിന്ന് മാറിപ്പോവാണ്. ഹീറോയ്ക്ക് അടി ഉണ്ടാക്കാനായിട്ട് താല്പര്യമില്ല. ഹീറോ ആകെ തകർന്നു വന്നപ്പോഴാണ് ഇങ്ങനൊരു പ്രശ്നം ഉണ്ടായിരിക്കുന്നത്. അതും ജസ്റ്റ് തട്ടിയെന്ന് വിചാരിച്ചിട്ട് ഹീറോയിൻ അവനെ വിളിച്ച് മാറ്റി നിർത്തിയിട്ട് അവനോട് ആദ്യം ഒന്ന് ദേഷ്യപ്പെടുമെങ്കിലും അവനോട് നല്ല കുട്ടിയെന്ന് പറയും. കാരണം അവൻ ആരോടും അടി ഉണ്ടാക്കാനൊന്നും പോയില്ലല്ലോ, അവൾക്ക് വേണ്ടി അവന്റെ ദേഷ്യം അടക്കി വെച്ചിട്ട് സോറി പറഞ്ഞില്ലേ, അതുകൊണ്ടാണ്. കട്ട് ചെയ്താൽ ജൂനിയർ പെൺകുട്ടിയാണെങ്കിൽ പുതിയ ഡോക്ടറിനെ കാണാൻ വന്നിട്ടുണ്ട്. അവനോട് പറയും, നീ എന്ത് മരുന്നാണ് ആ വാർഡിൽ കുത്തിവെക്കുന്നതെന്ന്. ഏതൊക്കെയോ മരുന്ന് കുത്തിവെക്കുന്നുണ്ട്. അതുപോലെ തന്നെ അവന് പ്ലാനും ഉണ്ട് ആ അഹങ്കാരി പെൺകുട്ടിയുടെ ദേഹത്ത് കുത്തിവെക്കാനായിട്ട്. അഹങ്കാരി പെൺകുട്ടിയുടെ ദേഹത്ത് അങ്ങനെ കുത്തിവെച്ചാൽ നീ വിവരം അറിയുമെന്ന് പറയുമ്പോൾ പുതിയ ഡോക്ടറിന് ദേഷ്യം വരും. അവൻ ജൂനിയർ പെൺകുട്ടീനെ കഴുത്തിന് കുത്തിപ്പിടിച്ച് ഫിറ്റിക്ക് ചേർക്കും. എന്നിട്ട് അവളോട് പറയും, ചിലപ്പം വില്ലന് നിന്നെ ഇഷ്ടമായിരിക്കാം, വില്ലന്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട വാമ്പയർ ആയിരിക്കാം നീ. അന്നും പറയും, നീ എന്റെ മെക്കിട്ട് കയറാൻ വന്ന നീ ഞാൻ ആരാണെന്നറിയും, നിനക്ക് ഞാൻ ആരാണെന്ന് അറിയത്തില്ല, ഞാൻ എന്താ ചെയ്തിരുന്നതെന്ന് അറിയത്തില്ല, അങ്ങനെയൊക്കെ അറിയുകയാണെങ്കിൽ നീ ഒരുപാട് പേടിച്ചു പോകും. ഇതും പറഞ്ഞ് അവളെ മിരട്ടുന്നുണ്ട്. അവളെ വെറുതെ വിടുകയാണ്, കൊല്ലുന്നൊന്നുമില്ല. അങ്ങനെ കൊല്ലുവാണെങ്കിൽ വില്ലൻ എവനെ വെറുതെ വിടുവോ, എവനെ നശിപ്പിക്കും. പക്ഷെ എവൻ ആരെയും പേടിയില്ല, ഇവൻ പേടിച്ച് കണക്ക് നിൽക്കുന്നതേ ഉള്ളൂ, അവനൊരു സൈക്കോയാണ്. ഇതിനുശേഷം ഹീറോയിനും കൂടെ വീട്ടിൽ വരുന്നുണ്ട്. കൂട്ടുകാരനോട് വിവരങ്ങൾ പറയും. കൂട്ടുകാരന് ഹീറോയ്ക്ക് നേരത്തെ അറിയായിരുന്നു വില്ലന് ഹീറോന്റെ മാതാപിതാക്കളുടെ മരണത്തിൽ എന്തോ ഒരു പങ്കുണ്ടായിരുന്നു എന്ന്. അതുകൊണ്ട് തന്നെ ഹീറോ വലുതായിട്ട് തകർന്നു പോകുന്നില്ല, എന്നാൽ തകർന്നു പോയി. ഇനിയിപ്പോ ഹീറോ അറിഞ്ഞില്ലായിരുന്നെങ്കിലോ, വില്ലനുമായിട്ട് കൂട്ടുകൂടിയതിനു ശേഷമാണ് അറിയുന്നെങ്കിലോ, അങ്ങനെയൊക്കെ വന്നാൽ ഹീറോ ഒരുപാട് തകർന്നു പോകും. അത്രയും തകർന്നു പോയിട്ടില്ല ഹീറോ. ഈ നേരം ജൂനിയർ പെൺകുട്ടി വില്ലനെ കാണാനായിട്ട് വന്നിട്ടുണ്ട്. വില്ലനോട് പുതിയ ഡോക്ടറിന്റെ കുറ്റം പറയും. അവ ഭയങ്കര പ്രശ്നമാണ്, ഞാൻ പറഞ്ഞതല്ലേ അഹങ്കാരി പെൺകുട്ടിയുടെ ദേഹത്ത് മരുന്ന് കുത്തിവെക്കാൻ പാടില്ല എന്ന്, അവൻ അതിനുവേണ്ടി നിൽക്കുക എന്ന് പറയുമ്പോൾ വില്ലൻ ഒരു കാര്യം പറയും. വില്ലൻ ഇപ്പം വൈൻ കുടിച്ചുകൊണ്ട്
കുടിച്ചുകൊണ്ട് കിടക്കുമായിരുന്നു. അവൻ പറയും 40 വർഷമായി എന്റെ നാക്കിലുള്ള ടേസ്റ്റ് ബഡ് നഷ്ടപ്പെട്ടിട്ട്. വൈൻ കുടിക്കുമ്പോൾ എനിക്ക് അതിന്റെ ടേസ്റ്റ് അറിയാൻ പറ്റുന്നില്ല. ഞാൻ ഈ വൈൻ കുടി നിർത്താനുള്ള സമയമായി. ഞാൻ ഈ വൈൻ കുടിക്കുന്നതിന്റെ കാരണം എന്റെ പഴയ ഓർമ്മകൾ തിരിച്ചു കൊണ്ടുവരാനാണ്. എനിക്കിനി ആ ഓർമ്മകളുടെ ആവശ്യമില്ല. ആ ഓർമ്മകൾ എനിക്കെതിരെ തിരിയുകയാണെങ്കിൽ ഞാൻ അതിനെ നശിപ്പിച്ചു കളയുന്നത്. വേറൊന്നുമല്ല, ജൂനിയർ പെൺകുട്ടി വില്ലനെതിരെ തിരിയുകയാണെങ്കിൽ ജൂനിയർ പെൺകുട്ടീനെ കൊന്നു കളയുമെന്നാണ് പറഞ്ഞ് മിരട്ടിയിരിക്കുന്നത്. ജൂനിയർ പെൺകുട്ടി മനസാക്ഷി തോന്നിയിട്ട് വില്ലനെതിരെ വാക്കുയർത്തുന്നുണ്ടല്ലോ, അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്. വില്ലന് ദേഷ്യം വന്നിട്ട് കയ്യിലുള്ള വൈൻ ഗ്ലാസ് ഒക്കെ ഒട്ടയ്ക്കുന്നുണ്ട്. അതുപോലെ ജൂനിയർ പെൺകുട്ടി പേടിച്ചു പോകുന്നുണ്ട്. അവളുടെ ഒരു മാസ്റ്റർ പോലാണ് വില്ലൻ. അവൾക്ക് എതിർത്ത് പറയാനൊന്നും കഴിയത്തില്ല. രാത്രി വന്ന സമയത്ത് ഹീറോ ആകെ വിഷമിച്ച് അവന്റെ കട്ടിലിൽ കിടക്കുകയാണ്. ഹീറോയിന് സൈഡിൽ ഇരിപ്പുണ്ട്. ഹീറോ ഉറക്കപ്പിച്ചിൽ തന്നെ അവളോട് പറയും, എനിക്കറിയില്ല ഞാൻ എന്തുകൊണ്ടാണ് നിന്നെ ഫോൺ വിളിച്ചതെന്ന്. പക്ഷെ എനിക്കൊരു കാര്യം അറിയാം, നീ വന്നാൽ ഞാൻ അവരെ ഒന്നും ചെയ്യത്തില്ല എന്ന്. എനിക്ക് വില്ലനെ തിരിച്ചു പോയി കൊല്ലണമെന്നുണ്ടായിരുന്നു. അതുകൊണ്ടാണ് നിന്നെ ഞാൻ ഫോൺ വിളിച്ചത് നീ വരാനായിട്ട്. നീ പറയുമ്പോഴെല്ലാം ഞാൻ കേൾക്കുന്നുണ്ട്. എന്റെ അമ്മ പറയുമ്പോൾ ഞാൻ എങ്ങനെയാണോ അനുസരിക്കുന്നത് അതുപോലെ തന്നെ നീ പറയുമ്പോൾ ഞാൻ കേൾക്കുന്നുണ്ട്. അതെന്താണെന്ന് എനിക്ക് അറിയത്തില്ല. ഇത് പറഞ്ഞ് ഹീറോ ഉറക്കത്തിലോട്ട് പോകും. ഇത് കേൾക്കുമ്പോൾ ഹീറോയിന് വിഷമാവുന്നുണ്ട്. അവനോട് പറയും, നിനക്കൊരു കാര്യം അറിയാമോ, എന്റെ അച്ഛനും അമ്മയും മരിച്ചതിന് ശേഷം ഞാൻ ആരെയും സ്നേഹിച്ചിട്ടില്ല. എനിക്ക് പേടിയായിരുന്നു അവരെ സ്നേഹിച്ചാൽ അവര് നഷ്ടപ്പെട്ടു പോകുമെന്ന്. നിന്നെ കിട്ടിയതിന് ശേഷമാണ് ഞാൻ സ്നേഹിക്കാൻ തുടങ്ങിയത്. ഇപ്പൊ അതേ സെയിം പേടി എന്റെ ഉള്ളിലോട്ട് വന്നു തുടങ്ങിയിട്ടുണ്ട്, നിന്നെ എനിക്ക് നഷ്ടപ്പെട്ടു പോകുമെന്ന്. പക്ഷേ അതേ സമയം തന്നെ ഞാൻ ഒരുപാട് അത് ഇഷ്ടപ്പെടുന്നുണ്ട്. നിന്നെ എനിക്ക് ഒരുപാട് ഇഷ്ടമാണെന്ന്. ഇത് ഹീറോയും പറയുന്നുണ്ട്. പക്ഷേ ഹീറോ കേൾക്കുന്നില്ല. അവൻ ഉറക്കത്തിലാണല്ലോ. അവൻ ആ വിഷമം കൂടെ ഉള്ളത് കൊണ്ട് തന്നെ പെട്ടെന്ന് ഉറങ്ങിപ്പോയി. പിറ്റേ ദിവസം ഹീറോയിനും കൂടെ ജോലിക്ക് പോകാനായിട്ട് ഇറങ്ങുന്നുണ്ട്. ഹീറോയിൻ എങ്ങോട്ടോ മാറി പോകുന്നുണ്ടെന്ന് പറയുന്നുണ്ട്, അതായത് ആരെയും കാണാനായിട്ട്. എന്നാൽ ഹീറോയിനോട് കാര്യം പറയുന്നില്ല. ഹീറോയിൻ ചെന്ന് കാണുന്നത് അങ്കിളിനെയാണ്. അങ്കിളിനോട് പറയും, നിങ്ങൾക്ക് ഈ അസുഖം ഉണ്ടായിട്ട് എന്നോട് പറയാത്തത് എന്താ? എനിക്കും ഇത് പാരമ്പര്യമായിട്ട് വരേണ്ടതല്ലേ? പിന്നെ നിങ്ങൾ എന്നോട് മറച്ചു വെക്കുന്നത് എന്താന്ന് ചോദിക്കുമ്പോൾ അങ്കിള് പറയും, ഞാനിത് നിന്നോട് പറയണമെന്ന് വിചാരിച്ചതാണ്, എന്നാലും സമയം കിട്ടിയില്ല എന്ന്. അതുപോലെ ഹീറോയിൻ ഒരുപാട് ദേഷ്യപ്പെടുന്നുണ്ട്. നിങ്ങൾക്ക് ഇങ്ങനെ ഒരു അസുഖം ഉണ്ടെങ്കിൽ അത് വില്ലനോടല്ല പറയേണ്ടത്, എന്നോടാണ് പറയേണ്ടത്, ഫാമിലിയോടാണ് പറയേണ്ടത്. വില്ലൻ ആ ഹോസ്പിറ്റലിൽ എന്തൊക്കെയോ തെറ്റ് കുറ്റങ്ങൾ ചെയ്യുന്നുണ്ട്, ഒരിക്കലും അത് നേരായിട്ടുള്ള വഴിയിലല്ല. ഇത് കേൾക്കുന്ന അങ്കിളിന് ദേഷ്യം വരും. നീ കൂടുതൽ ഇങ്ങോട്ടൊന്നും പറയണ്ട, നീ വില്ലനോട് പറയണ്ട എന്ന് പറഞ്ഞതിന്റെ കാര്യം എനിക്ക് മനസ്സിലായി. ഞാൻ വില്ലനോട് പറയാതിരുന്ന അവൻ മരുന്ന് കണ്ടുപിടിക്കത്തില്ല. അങ്ങനെയാണെങ്കിൽ ഞാൻ മരിച്ചു പോകും. ഞാൻ മരിച്ചതിന് ശേഷം നിനക്ക് ആ ഹോസ്പിറ്റൽ കിട്ടും, ഒരുപാട് പണം കിട്ടും. അതുകൊണ്ടല്ലേ നീ ഇങ്ങനെ പറയുന്നതെന്ന് പറയുമ്പോൾ ഹീറോയിൻ ഒരുപാട് സങ്കടമാവുന്നുണ്ട്. അവള് വിഷമിച്ച് അങ്കിളിനോട് ചോദിക്കും, നിങ്ങൾ അങ്ങനെയാണോ വിചാരിച്ചിരിക്കുന്നത്? ഞാൻ പണത്തിനാണോ ഏറ്റവും കൂടുതൽ വില കൊടുക്കുന്നതെന്നാണോ നിങ്ങൾ വിചാരിച്ചിരിക്കുന്നത്? നിങ്ങൾ കഴിഞ്ഞിട്ട് എനിക്ക് പണത്തിന് വിലയുള്ളെന്ന് പറഞ്ഞിട്ട് അവൾ ദേഷ്യപ്പെട്ട് സങ്കടപ്പെട്ട് അവിടെ നിന്ന് ഇറങ്ങിപ്പോവാണ്. പുറത്ത് വന്ന് നിന്ന് അവൾ കരഞ്ഞുകൊണ്ട് വിഷമിക്കുകയാണ്. ഈ അങ്കിളിന് തന്നെ അറിയാം ഹീറോയിൻ ഒരിക്കലും പണത്തിന്റെ പിന്നാലെ പോകുന്ന ഒരു പെൺകുട്ടിയല്ല എന്ന്. എന്നാൽ അയാൾ അറിയാതെ പറഞ്ഞു പോയതാണ്, ആ ഒരു ദേഷ്യത്തിൽ പറഞ്ഞു പോയതാണ്. ഇതേ നേരം വില്ലനെ കാണാനായിട്ട് ആ സൈക്കോ ഡോക്ടർ, അതായത് പുതിയ ഡോക്ടർ വന്നിട്ടുണ്ട്. അവൻ വില്ലനോട് അഹങ്കാരി പെൺകുട്ടിയുടെ ദേഹത്ത് മരുന്ന് കുത്തിവെക്കട്ടോ എന്ന് ചോദിക്കുന്നുണ്ട്. എന്നാൽ വില്ലൻ വേണ്ടാന്ന് പറയും. കാരണം ആ പെൺകുട്ടി കാരണമാണ്. ഏത് പെൺകുട്ടി? ജൂനിയർ പെൺകുട്ടി കാരണം. ഇത് സൈക്കോയ്ക്ക് ഇഷ്ടപ്പെടുന്നില്ല. സൈക്കോ പറയും, നിങ്ങൾ എന്തിനാ ഇങ്ങനെ പെരുമാറുന്നത്? അവളെ നമ്മൾ മരുന്ന് കുത്തിവെക്കാനല്ലേ കൊണ്ടുവന്നേന്ന്. എന്നാൽ വില്ലൻ മുഖത്തടിച്ചതുപോലെ പറയും, നീ ഇങ്ങോട്ടൊന്നും പറയണ്ട, ഞാൻ പറയുന്നത് അങ്ങ് അനുസരിച്ചാൽ മതിയെന്ന്. ഇത് സൈക്കോയ്ക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിലും വില്ലനോട് ദേഷ്യപ്പെടുന്നു, അല്ലെങ്കിൽ അത് പ്രകടിപ്പിക്കുന്നൊന്നുമില്ല, അത് ഉള്ളിൽ തന്നെ ഒതുക്കുകയാണ്. കട്ട് ചെയ്താൽ മാനേജറിനെ കാണിക്കുകയാണെങ്കിൽ മാനേജർ സ്പൈനെ ഫോൺ വിളിക്കുന്നുണ്ട്. സ്പൈനോട് ചോദിക്കും, അതായത് കളർ മുടിയുടെ വിവരം വല്ലതും കിട്ടിയോന്ന്. ഇവർക്ക് എന്തൊക്കെ വിവരം കിട്ടിയിട്ടുണ്ട്. കളർ മുടി കൊറിയയിൽ നിന്ന് വിട്ടു പോയിട്ടില്ല, അവളുടെ കാർ ഒരു സ്ഥലത്തുനിന്ന് കിട്ടിയിട്ടുണ്ട്. അത് വേറെങ്ങുമല്ല, വില്ലന്റെ വീട്ടിന്റെ കാർ പാർക്കിൽ നിന്നാണ്. ആ കാർ അങ്ങോട്ട് പോയിട്ട് പിന്നെ ഈ പെൺകുട്ടിയുടെ വീട്ടിലോട്ട് തിരിച്ചു വന്നിട്ടുണ്ട്, കളർ മുടിയുടെ വീട്ടിലോട്ട്. അത് ഓട്ടിച്ചോണ്ട് പോയത് വേറെ ആരുമല്ല, ഒരു മനുഷ്യനാണ്, ഒരു ആൺ മനുഷ്യനാണ്. അതുപോലെ അവൻ ഹുഡി ധരിച്ചിട്ടുണ്ടായിരുന്നു, അവന്റെ മുഖം വ്യക്തമല്ല. ആ സമയം ഹീറോയിൻ ഡോറ് കൊട്ടിയിട്ട് അകത്തോട്ട് കയറി വരും. അവളുടെ മുഖത്ത് നല്ല വിഷമമുണ്ട്. മാനേജർ ഫോണും കട്ട് ചെയ്യും, ഹീറോയിൻ എന്താ കയറി വന്നതെന്ന് അറിയാൻ പാടില്ലാതെ. കട്ട് ചെയ്താൽ വില്ലൻ സർജറിക്കായിട്ട് പോകുമ്പോൾ ഹീറോ മണ്ടേന്ന് വിളിക്കും, എടാ മോനെ നിനക്ക് സുഖമല്ലേ? ഇന്നലെ രാത്രിയൊക്കെ നല്ല രീതിയിൽ ഉറങ്ങിയെന്ന് ചോദിക്കും. ഹീറോ മറ്റേ വൈരാഗ്യം ഉള്ളിൽ വെച്ച് ചിരിച്ചോണ്ടാണ് വില്ലനോട് പെരുമാറുന്നത്. വില്ലനിട്ട് നല്ല പണി കൊടുക്കുന്നവൻ മനസ്സിൽ ഉറപ്പിക്കുന്നുണ്ട്. വില്ലനോട് ഒരുമാതിരി കളിയാക്കിക്കൊണ്ട് വർത്താനങ്ങൾ പറഞ്ഞ ഭാഗത്തോട്ട് കയറിപ്പോവാണ്. വില്ലനുള്ള പണി വെച്ചിട്ടുണ്ടാവും അവൻ, അത് ഉറപ്പായിട്ടുള്ള കാര്യമില്ലേ. വീണ്ടും ഹീറോയിനെ കാണിക്കുകയാണെങ്കിൽ ഹീറോയിൻ മാനേജറിനെ വിളിച്ചിരുത്തി സംസാരിക്കും. മാനേജറിനോട് അവളുടെ കാര്യങ്ങൾ പറയും. അതായത് അങ്കിളിന് അസുഖം ഉണ്ടായിട്ടും ഈ മാനേജർ ഹീറോയിനോട് കാര്യം പറഞ്ഞില്ലല്ലോ, അവളിൽ നിന്ന് ഒളിപ്പിച്ചു. അത് ഹീറോയിൻ വിഷമിക്കാതിരിക്കാനാണെന്ന് മാനേജർ പറയുമ്പോൾ ഹീറോയിന് നന്നായിട്ട് അറിയാം ഹീറോയിൻ വിഷമിക്കാതിരിക്കാനായിട്ടൊന്നും അല്ല, ഇവരുടെ ഷെയർ താഴെ പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഇത് പുറം ലോകം അറിയാൻ പാടില്ല. ഹീറോയിനെ അവർ വിശ്വസിക്കുന്നില്ല, അതുകൊണ്ടാണ്. ഹീറോയിന് വേണ്ടിയിട്ടൊന്നും അല്ല അവർ പറയാവുന്നത്, ഇവർക്ക് ഇവരുടേതായ നേട്ടങ്ങളുണ്ട്, അതുകൊണ്ടാണ് പുറത്ത് പറയാത്തത്. മനസ്സിലായോ? അത് ഹീറോയിൻ അറിയാം. നിങ്ങൾ എന്താ ഇങ്ങനെയെന്ന് ചോദിക്കുമ്പോൾ മാനേജറിന് വാക്കുകളില്ല പറയാനായിട്ട്. ഇതേ നേരം ആ ഒരു പ്രത്യേകതരം വാർഡില് ആ പാവപ്പെട്ട മനുഷ്യൻ എണീറ്റ് നടന്നിട്ടുണ്ട്. ആ മരുന്ന് കുത്തിവെച്ചത് കൊണ്ട് തന്നെ കുറച്ചുകൂടെ ആരോഗ്യം കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അങ്ങനെ നടന്നു പോകുമ്പോൾ വേറൊരാള് അറിയാതെ വന്ന് ഇയാളുടെ ദേഹത്ത് തട്ടും. ഇയാൾക്ക് നല്ല ദേഷ്യം വന്നിട്ട് അയാളെ തിരിഞ്ഞു നോക്കുകയാണ്. ഇത്രയും നേരം നല്ല രീതിയിൽ പെരുമാറിക്കൊണ്ടിരുന്ന മനുഷ്യനാണ്, എന്നാൽ എന്ത് പറ്റിയതാണ്
പറ്റിയതാണെന്ന് നേഴ്സിനും അതുപോലെ തന്നെ ഭാര്യയ്ക്ക് മനസ്സിലാവുന്നില്ല. ഇയാൾ നല്ല ദേഷ്യത്തിൽ നോക്കി നിൽക്കുന്നുണ്ട്. ഭാര്യ സമാധാനപ്പെടുത്തും, അവരറിയാതെ തട്ടിയതില്ലേ, പിന്നെ എന്തിനാ ദേഷ്യപ്പെടുന്നതെന്ന്. മറ്റേയാൾ അവിടെ നിന്ന് പോകുമ്പോൾ ഇയാൾ രൂക്ഷമായിട്ട് നോക്കി നിൽക്കുന്നുണ്ട്. ഇനിയിപ്പോൾ ഇയാൾ ആക്രമിക്കുകയോ അതോ ഇനി ഇയാൾക്ക് വേറെ എന്തെങ്കിലും പ്ലാൻ ഉണ്ടോ അറിയാൻ പാടില്ല. എന്തായാലും ഇതും കാണിച്ചുകൊണ്ടാണ് 18ാമത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിച്ചിരിക്കുന്നത്. എന്നാൽ പിന്നെ അടുത്ത എപ്പിസോഡുമായിട്ട് കാണാം. അതിനു മുമ്പ് ലൈക്ക് ചെയ്യാത്തൊരു ലൈക്ക് ചെയ്തോളൂ, ഹൈപ്പ് ചെയ്യാത്തൊരു ഹൈപ്പ് ചെയ്തോളൂ. അപ്പോൾ ഓക്കെ, ബൈ.